ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് കടച്ചക്ക വറുത്തരച്ച് വയ്ക്കാം. അതിനാവശ്യമായ സാധനങ്ങൾ എടുക്കാം കേട്ടോ. കടച്ചക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് വീട്ടിലുണ്ടായതാണ് കേട്ടോ. 2 കടപ്ലാവുണ്ട് നമുക്കിവിടെ. അപ്പോൾ കടച്ചക്ക വറുത്തരച്ച് വയ്ക്കാം. അപ്പോൾ വറുത്തരയ്ക്കാനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. 1 മുറി തേങ്ങയാണ് കേട്ടോ ഞാൻ എടുത്തേക്കണേ. ഈ കടച്ചക്കയ്ക്ക് 1 മുറി മതി. പിന്നെ ഇഞ്ചി എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് വേപ്പിലയും കൂടി വേണം അരയ്ക്കാൻ ഇങ്ങനെ വറുക്കാൻ വേണ്ടിയുള്ള തേങ്ങയ്ക്ക്. തേങ്ങ വറുക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം വെളിച്ചെണ്ണ ഒഴിക്കാം. പിന്നെ നമ്മൾ ആദ്യം വറുക്കാനായിട്ട് നമ്മൾ ഉള്ളിയും ഇഞ്ചിയൊക്കെ ഇല്ലേ, അതാണ് കേട്ടോ ആദ്യം ഇടുന്നത്. അപ്പോൾ ഒന്നുകൂടി അത് പെട്ടെന്ന് മൊരിഞ്ഞോളൂ. അതിന് കാര്യം മൊരിയാൻ ഇച്ചിരി നേരം എടുക്കില്ലേ. അപ്പോൾ ഇത് ആദ്യം ഇടാം. അതിനുശേഷം തേങ്ങ ശരിക്കും ഒരു ചുവന്ന കളറാവണം. എന്നിട്ട് വേണം നമുക്ക് പൊടികളൊക്കെ ആഡ് ചെയ്യാൻ. പൊടികൾ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി കുറച്ചിടും, പിന്നെ വേണമെങ്കിൽ കുരുമുളക് പൊടി ഇടും, പിന്നെ കുറച്ച് മസാലയും കൂടി ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ചെയ്യാം, വറുക്കാൻ നോക്കാം. തുടക്കത്തിൽ തീ കൂട്ടിയിടാം, പിന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാമല്ലോ. ഇവിടെ ഇപ്പോൾ മഴ കിട്ടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. 2 ദിവസമായിട്ട് മഴ പെയ്യുന്നുണ്ട്. എനിക്കിനി വേനലിൻ്റെ ചൂട് കുറയും. മഴക്കാലം തുടങ്ങിയ മട്ടായി അന്തരീക്ഷമൊക്കെ. ഇപ്പോൾ ഇനി നമുക്കിടയിലേക്ക് തേങ്ങ ഇടാം കേട്ടോ. തേങ്ങയും വേപ്പിലയും കൂടി ഉള്ളതില്ലേ, അതിടാം. ഇത് വളരെ കനം കുറഞ്ഞ ചീഞ്ചട്ടി ആയതുകൊണ്ട് പെട്ടെന്നാവും കേട്ടോ. ഇത് നമ്മൾ പിടിച്ചാണ് ഇവിടെയൊക്കെ സൈഡിലൊരു വളഞ്ഞിരിക്കണുണ്ടോ. അത് നമ്മളിങ്ങനെ മുറുക്ക പിടിച്ചതിൻ്റെയാണ്. പക്ഷെ ഇത് നല്ല എളുപ്പത്തിൽ വേഗമാവും. വറവൊക്കെ എടുക്കാനില്ലേ. ഞാൻ ആവശ്യങ്ങൾക്ക് എടുത്ത് സൂക്ഷിക്കലില്ല, ഫ്രിഡ്ജിലൊന്നും വെക്കലില്ല. ഓൺ ദ സ്പോട്ടിൽ ആവശ്യത്തിനുള്ളത് ഇങ്ങനെ എടുത്ത് ഓൺ ദ സ്പോട്ടിൽ തന്നെ വറക്കുകയാണ് ചെയ്യുന്നത്. ഇവിടുത്തെ കടപ്ലാവിന് 2 കടപ്ലാവ് ഉണ്ടെന്ന് പറയില്ലേ, ഇവിടുത്തെ കടച്ചക്കയ്ക്ക് ഇത്തിരി ടേസ്റ്റ് കൂടുതലാന്ന് പറയും. കടയിലൊക്കെ കൊടുക്കുമ്പോൾ പെട്ടെന്ന് ചിലവായി പോകുന്നു പറയും പെട്ടെന്ന്. അതുകൊണ്ട് ആവശ്യക്കാർ കൂടുതലായിരിക്കും കടയിലൊക്കെ. അത്യാവശ്യം വലിപ്പമുണ്ട് കേട്ടോ ഇവിടുത്തെ കടച്ചക്കയ്ക്ക്. ഇത്രയായ പിന്നെ നമ്മൾ തീ കൂട്ടിയിടണ്ട, ഒന്ന് കുറച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് മീഡിയത്തിലൊക്കെ ഇട്ടിട്ട് ചെയ്താൽ മതി കേട്ടോ. ചൂട് അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ഭാഗം മാത്രം കരിയണ ഒരു ഇത്. അപ്പോൾ നമ്മൾ മീഡിയത്തിലിടാം, സിമ്മിലിടാം, അങ്ങനെ ചൂടിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. കടച്ചക്ക ഉണ്ട്, ഒരു ദിവസം ഞാൻ വറുത്ത് കാണിച്ചു തരാം കേട്ടോ. കടച്ചക്ക ഇത് എല്ലാം ചേനയൊക്കെ കൊടുക്കണ പോലെ തന്നെ വേഗം നല്ല ടേസ്റ്റുമാണ് ഈ കടച്ചക്ക വറുത്താൽ. അതൊരു ഇടാം സമയം പോലെ. ആയി തുടങ്ങിയിട്ടുണ്ട്. ഇത് കുറച്ച് 2-3 മിനിറ്റും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് പൊടികളിട്ട് തുടങ്ങാം കേട്ടോ. ഇനി നമുക്ക് പൊടികളിട്ട് തുടങ്ങാം കേട്ടോ. മല്ലിപ്പൊടി 1 സ്പൂൺ. ഈ സ്പൂണില്ലേ അതെല്ലാം കേട്ടോ മല്ലിപ്പൊടി എടുക്കുകയാണ്. 1 സ്പൂൺ മതി. മുളക് പൊടിയും അത്ര തന്നെ, പക്ഷെ അത് ചെറിയ സ്പൂണാണ് ഉണ്ടാകുന്നത്. ഇത്രയുള്ള സ്പൂണാണ്. 1 സ്പൂൺ മതി. എന്താണെന്ന് വെച്ചാൽ എരിവ് കൂടും. ഈ മുളക് പൊടിക്ക് ഇത്തിരി എരിവുണ്ട്. ഇച്ചിരി കുരുമുളക് പൊടി,
കുറച്ച് മസാല ചെറിയ ഇതിൽ കുറച്ച് മസാലയും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ അത് ഓഫ് ചെയ്യുമ്പോഴേക്കും മഞ്ഞൾപ്പൊടി ഇട്ടാൽ മതി. എന്നിട്ട് ആ ചൂടിൻ്റെ മഞ്ഞൾപ്പൊടി ഒന്നും ആയാൽ മതി. നീ പെട്ടെന്ന് കരിഞ്ഞ് മഞ്ഞൾപ്പൊടി. ഇത് ഒന്ന് ചൂടാറി വരുമ്പോഴേക്കും നമുക്ക് കടച്ചക്ക അരിഞ്ഞെടുക്കാം. അതുകൂടാണ്ട് തക്കാളിയും സവാളയും ഇല്ലേ, അതൊരു ക്യൂബാകൃതിയിൽ മുറിച്ച് എടുത്ത് വയ്ക്കാം. തീ ഓഫ് ചെയ്യാൻ കേട്ടോ. നമുക്കതിൽ മഞ്ഞൾപ്പൊടി ഇടാം. ഇനി ഇത് ചൂടാറട്ടെ. അപ്പോഴേക്കും നമുക്ക് കടച്ചക്കരിയാം. കടച്ചക്കയുടെ ഈ നെട്ടി താഴ്ത്തി ചെത്തിയ അപ്പോൾ കഷ്ണമായിട്ട് തന്നെ കിടക്കും. ഒരു ഇതില്ലേ പതുപത് എന്നുള്ളത്, ആ ഭാഗമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ താഴ്ത്തി ചെത്തണം. പിന്നെ തൊണ്ട് കളഞ്ഞിട്ട് നമുക്കത് വെള്ളത്തിലിടാം. പിന്നെ ഇത് ചതഞ്ഞതിൻ്റെ ഉണ്ട് ഇവിടെ ഒരു കറുത്തതില്ലേ, അത് ചതഞ്ഞത്. അപ്പോൾ ആ ഭാഗം നമുക്ക് ചെത്തിക്കളഞ്ഞിട്ട് നമുക്ക് അരിഞ്ഞ് വെള്ളത്തിലിട്ട് വയ്ക്കാം. അത്യാവശ്യം വലിപ്പത്തിലാണ് അരിയേണ്ടത്. എന്താ വെച്ചാൽ വേഗം വേവുകയും ചെയ്യും. ഇത്തിരി വലിപ്പം ഉണ്ടെങ്കിലാണ് ഇത് കടച്ചക്കയ്ക്ക് വറുത്തരയ്ക്കുമ്പോൾ ടേസ്റ്റ് കൂടുതൽ വരണം കേട്ടോ. അപ്പോൾ നമുക്ക് അരിഞ്ഞെടുത്ത് വയ്ക്കാം, വെള്ളത്തിലിട്ട് വയ്ക്കാം. തേങ്ങ വറക്കണ ഒരു ഇത്തിരി ടൈം എടുക്കുള്ളൂ. നേരത്തെ വറുത്ത് വെച്ചാൽ ഒന്നുകൂടി എളുപ്പവും കടച്ചക്ക വറുത്തരയ്ക്കാനില്ലേ. പിന്നെ എല്ലാം പെട്ടെന്നാവും. വറുത്തത് ഒന്ന് അരച്ചെടുക്കാനോ ഒന്ന് ആറിയിട്ട് അരച്ചെടുത്ത് പിന്നെ എല്ലാം പെട്ടെന്നാവും. എന്ന് വെച്ചാൽ കടച്ചക്കയ്ക്കൊന്നും വേവാനധികം നേരം വേണ്ടല്ലോ. പിന്നെ കടച്ചക്ക ഈ തേങ്ങ വറുത്തത് വെള്ളമൊഴിച്ച് അത് ചാറാക്കിയിട്ട് നമ്മൾ തിളപ്പിക്കാൻ വയ്ക്കുമല്ലോ. അപ്പോൾ തന്നെ ഈ തക്കാളിയും ഈ സവാളയും വേറെ വാട്ടിയെടുത്തിട്ട് അതിലേക്ക് ഇടുമ്പോൾ പെട്ടെന്നാവും. കടച്ചക്ക അരിഞ്ഞ് കഴിഞ്ഞാൽ അത് നമുക്ക് വെള്ളത്തിലിട്ടുണ്ട്. ഇത്രയും വലുപ്പത്തിലാണ്ട് നമ്മൾ അരിഞ്ഞേക്കണേ. അപ്പോൾ ഇനി നമുക്ക് തേങ്ങ ചൂടാറിയിട്ടുണ്ട്, നമുക്കത് അരച്ചെടുക്കാം. വളരെ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. എന്ന് വെച്ചാൽ ഇത് കുഴമ്പ് പോലെ നന്നായിട്ട് അരയണേ. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് നോക്കിയിട്ട് പിന്നെ ഒഴിച്ച് കൊടുത്താൽ മതി. ആവശ്യമുള്ള വെള്ളം അരയ്ക്കാൻ കുറച്ച് മതി. നല്ല സ്മെല്ലൊക്കെ വരും കേട്ടോ. ഇപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ച കടച്ചക്കയിലിടാനുണ്ടോ. അത്യാവശ്യമുണ്ട് കഷ്ണങ്ങൾ, വലിപ്പമുള്ള ചക്കയല്ലേ. പെട്ടെന്നാവും. അപ്പോൾ ഇത് വെക്കണേക്കാൾ മുമ്പ് നമുക്ക് സവാളയും തക്കാളിയൊക്കെ അരിഞ്ഞെടുത്ത് വയ്ക്കാം. തള കയറുമ്പോൾ തന്നെ ഇതാവും. ഇനി അരച്ച് വെച്ച അരപ്പ് എടുത്ത് വയ്ക്കേണ്ട ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇതെടുത്ത് വയ്ക്കാം. കുക്കിംഗ് ഗ്യാസിലേക്ക് വയ്ക്കാം കേട്ടോ. അതിന് ഉപ്പ് ഇത്തിരി ഇടണം. അങ്ങനെ നമുക്ക് അരിഞ്ഞ് വയ്ക്കാം. അരപ്പ് കുറച്ച് വെള്ളം ഒഴിക്കണം. പിന്നെ നന്നായി കുറുകില്ലേ. ഇതെടുത്ത് വയ്ക്കുമ്പോഴേക്കും അരിയൊക്കെ വാർക്കാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ റൈസ് കുക്കറിൽ നിന്ന് അരി എടുക്കണം, വാർത്ത് വയ്ക്കണം. കാലത്ത് ഓഫീസിൽ പോകുന്ന ടൈമിലാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാം ചെയ്യാം. കുറച്ചും കൂടി വെള്ളം ഒഴിക്കാം. ഈ വെള്ളം മതി, പക്ഷേ ഒന്നുകൂടിയും കുറുകി വരും. അപ്പോൾ ഒന്നുകൂടിയും പിന്നെ നമുക്ക് തക്കാളിയും സവാളയും ഇടണമല്ലോ, അപ്പോൾ ഒന്നുകൂടിയും കുറുകും. ഇച്ചിരി കൂടി വെള്ളം ഒഴിച്ചിട്ട് എടുത്ത് വയ്ക്കാം. 2 തക്കാളിയും 3 സവാള എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് ക്യൂബായിട്ട് അരിയാം. ഇവിടെ പിന്നെ കടച്ചക്കറി ഉണ്ടെങ്കിൽ പുട്ടിന് നല്ല കോമ്പിനേഷനാണ്. പുട്ടിനും നന്നായിട്ട് ഇവിടെ കഴിക്കും. അപ്പോൾ പുട്ടിനുള്ള പൊടിയൊക്കെ സെറ്റ് ചെയ്ത് പകുതി ഒന്ന് വെള്ളം നനച്ച് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് നേരം കഴിയുമ്പോൾ ഒന്നുകൂടി ഇതാക്കുമ്പോൾ നല്ല ഇതിൽ വരും. പിന്നെ കത്തിയുടെ ഈ പശ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് തന്നെ വേഗം പോകും കേട്ടോ. എന്താ വെച്ചാൽ ഇതിൻ്റെ പശയ്ക്ക് വലിയ നമ്മുടെ ചക്കയുടെ അത്രയും പ്രശ്നക്കാരനല്ല. കുറച്ച് ഇത് ചെയ്താൽ വേഗം പോകും.
അപ്പോൾ നമുക്കിത് അരിഞ്ഞ് വേഗം വരട്ടാൻ വയ്ക്കാം. വലിയ കഷ്ണങ്ങളായിട്ട് തന്നെ അരിഞ്ഞാൽ മതി കേട്ടോ. ഒരു ചതുരം ക്യൂബ് സൈസിലായിട്ട് അരിഞ്ഞാൽ മതി. കടച്ചക്കയുടെ അരിഞ്ഞതും അങ്ങനെ തന്നെയല്ലേ, അപ്പോൾ ആ കണക്കിന് തന്നെ അരിഞ്ഞാൽ മതി. മഴ പെയ്യുന്നുണ്ട് ഇപ്പോൾ ഇവിടെ. ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുമോയെന്നറിയില്ല. ഇപ്പോൾ ഞാൻ മൈക്ക് വാങ്ങിയിരുന്നു, അപ്പോൾ സൗണ്ട് ഭയങ്കരമായിട്ട് കുറച്ചാണ് സംസാരിക്കണേ. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വേണം അഡ്ജസ്റ്റ് ചെയ്ത് പിന്നീട് സംസാരിക്കുമ്പോൾ ചെയ്യാൻ. അല്ലെങ്കിൽ നമ്മളിപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോൾ നല്ല ഒച്ച വരേണ്ട അതിൽ. അപ്പോൾ നോക്കണം. നല്ലതായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ലിങ്ക് നമ്മൾ ടാഗ് ചെയ്യാം. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നോക്കാം. നല്ലതാണ്, ഉപയോഗിച്ചോ. ആദ്യം എന്താ സംഭവം എന്ന് മനസ്സിലായിട്ടുണ്ടാവുന്നില്ല, ഉപയോഗിക്കാൻ അറിയാത്തതുകൊണ്ട്. പിന്നെ കുറച്ച് ചെയ്ത് നോക്കിയപ്പോഴാണ് വേരിയേഷൻ മനസ്സിലായി. അത് പ്രവർത്തിക്കേണ്ടത് മനസ്സിലായി. എളുപ്പമാണ്, പക്ഷെ ഇതുവരെ നമ്മളിത് കണ്ടിട്ടില്ലല്ലോ. നമ്മുടെ കൂട്ടുകാർ നമ്മുടെ ഇതിൽ വോയിസ് ഇല്ല എന്ന് പറയണതുകൊണ്ട് അങ്ങനെ വാങ്ങിയതാണ്. അപ്പോൾ നമുക്ക് തരികട്ടോ. ഇനി ഒരെണ്ണം കൂടി അരിഞ്ഞോട്ടെ. പാടി വരുമ്പോൾ പൊളിഞ്ഞു വന്നോളും. അതുകൊണ്ട് വേറെ പൊളിച്ച് വെക്കേണ്ട ആവശ്യമില്ല. ഇത് താനെ പൊളിയും. അപ്പോൾ നമുക്കിത് വരട്ടാൻ വയ്ക്കാം. ഇത് വരട്ടാൻ കുറച്ച് വെളിച്ചെണ്ണ വെച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. തീ കൂട്ടിയിടാം, വേഗമായിക്കോളും. അവിടെ ചോറിനുണ്ട് തിളയ്ക്കണം. ഇന്നലത്തെ ചോറ് വെച്ചിട്ടുണ്ടാവും, അപ്പോൾ ചൂടാക്കും. റൈസ് കുക്കറിൽ ഇന്ന് ചോറും വെച്ചിട്ടുണ്ട്. നേരായിട്ടുണ്ട്. പറഞ്ഞു ശരി, തിരിക്കാട്ടാ. അരപ്പ് ചേർത്തിട്ട് കടച്ചക്ക നമുക്ക് വേവിക്കാൻ വയ്ക്കാട്ടോ. അപ്പോൾ അതിനൽപ്പം ഉപ്പിട്ടിട്ട് നമുക്ക് വേവിക്കാം. ഇത്തിരി വെള്ളം കൂട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വേവിക്കാൻ വയ്ക്കാട്ടോ. വേവട്ടിരുന്നു. ഇതപ്പോൾ തിളപ്പിക്കാൻ വെച്ചു. തിളക്കയറുന്നുണ്ട്. നമ്മുടെ സവാളയും തക്കാളിയും വരട്ടിയിട്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കത് മാറ്റി ഇതിലേക്ക് ഇടാം. കണ്ടു, ഇപ്പോൾ തിക്കായി. ഇനി ഒന്നും തിളയ്ക്കുമ്പോൾ കറക്റ്റാവും. ഉപ്പ് നോക്കാം. ഉപ്പ് കുറവുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക്. ഉപ്പൊക്കെ ഉണ്ട്. അപ്പം ഇനി തിളക്കട്ടെ. തള കയറിയിട്ടുണ്ട്, നന്നായി തിളക്കുന്നുണ്ട്. ഞാൻ പാതിയൊക്കെ പോട്ടെ. കടച്ചക്ക വേവണമല്ലോ. തക്കാളി സവാള വരട്ടേൻ്റെ ഇടയ്ക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ ഒന്നുകൂടി പെട്ടെന്നായേനെ. ഞാൻ പക്ഷെ ചോറ് എടുക്കാനുണ്ടാവും. ഉപ്പൊക്കെ ഉണ്ട്. വേവായിട്ടുണ്ടാവും. ആദ്യം അപ്പം അത്രയൊന്ന് പോട്ടെ കേട്ടോ.
ആയിട്ടുണ്ട് വേവ്. അധികം വയ്ക്കണ്ട, നമുക്കപ്പോഴേക്കും താളിച്ചിടണമല്ലോ, അതിനുള്ളതെടുക്കാം. കുറച്ച് വേപ്പില എടുക്കട്ടെ കേട്ടോ. ഇതപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്കത് തളിച്ച് വയ്ക്കാം. അടുപ്പ് ഓഫ് ചെയ്തു. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കതിൽ കടുകിട്ടു. ഇനി വറ്റൽമുളകും ഈ വേപ്പിലയും കൂടി ഇട്ട് തളിച്ചെടുക്കാം. തീ ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മൾ തിക്ക് ഗ്രേവിയോട് കൂടി ഈ കടച്ചക്കറി, വറുത്തരച്ച കടച്ചക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കത് താളിച്ച് വയ്ക്കാം. നല്ല ഭംഗിയായിട്ടുണ്ട്. നല്ല ടേസ്റ്റുണ്ട്, നല്ല സ്മെല്ലുണ്ട് കേട്ടോ. നല്ല സൂപ്പർ സ്മെല്ലുണ്ട്. അപ്പോൾ കടച്ചക്കറി ഇതുപോലെയാണ് എല്ലാവരും ചെയ്യണമെങ്കിൽ പറയണം. എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അത് നമുക്ക് കമൻറ്റിൽ പറയണം കേട്ടോ. അപ്പോൾ നമുക്ക് അതുപോലെയും ചെയ്യാമല്ലോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കാം. എന്തെങ്കിലും വ്യത്യാസം അവിടെ എങ്ങനെയാണ് ചെയ്യണേ അതുപോലെ എന്തെങ്കിലും വ്യത്യാസപ്പെടുത്തി ചെയ്താൽ ഒന്നുകൂടി രുചിയാവുന്നു. അല്ലെങ്കിൽ എന്തെങ്കിലും വ്യത്യാസം ഞങ്ങൾ ഇങ്ങനെയാണ് ചെയ്യണേ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.